നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയില് കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 2024-25 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങൾ കാണുക. ഇതിനകത്ത് 30 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 30 ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 30 ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്, ഡിഫൻസ് മന്ത്രി ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി നിലവിൽ ആരാണ് എന്നാണ് ചോദ്യം. അറിയാമോ? ഓക്കെ, ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം രാജ്നാഥ് സിംഗ് ആണ് അല്ലെ. രാജ്നാഥ് സിംഗ് നമുക്കറിയാം, രാജ്നാഥ് സിംഗ് ആണ്. ഇതിൽ പറയുന്ന ജെ പി നഡ്ഡ ആരാണ്? ജെ പി നഡ്ഡ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അല്ലെ. ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആരോഗ്യം കിട്ടും അല്ലെ. അപ്പൊ ജെ പി നദ്ദ അതാണ് പേര്. അപ്പൊ നടന്നാൽ നമുക്ക് ആരോഗ്യം കിട്ടും. അത് ഞാൻ പറഞ്ഞു തന്നതാണ്. അമിത്ഷാ ആരാണ്? അമിത്ഷാ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. നിതിൻ ഗഡ്കരി. അപ്പൊ ഞാൻ പറഞ്ഞു കൽക്കരി എന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റോഡ് അല്ലെ, റോഡ് ഗതാഗതമൊക്കെ ആരുടെ? നിതിൻ ഗഡ്കരിയുടേതാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? രാജ്നാഥ് സിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള വാട്സപ്പിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് മനമിത്ര എന്ന് പറയുന്ന പേരിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, മനമിത്ര എന്നാണ്. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള വാട്സപ്പിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ മനമിത്ര എന്ന പേരിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ എഴുതുന്നവർക്ക് ശരി ഉത്തരം വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിപ്പോ ഈ പറയുന്ന 30 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, എത്രയാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ മാർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക കേട്ടോ. അപ്പോ അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ചോദ്യം സെറ്റാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2025 വർഷത്തിലെ ചുവടെ പറയുന്നവയിൽ ഏതായിട്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. 2025 വർഷത്തെ ഏത് വർഷമായിട്ടാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണോ, അല്ലെങ്കിൽ ഗ്ലാസ് വർഷമാണോ, അതോ മരുത്വവൽക്കരണ നിരോധന വർഷമാണോ, അതോ നമ്മുടെ ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷമാണോ? ഏതാണ്? കിട്ടിയോ? 2025 ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഗ്ലേസിയറുകളുടെ വർഷമാണ്. ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച എന്തായിട്ടാണ്? ഈ പറയുന്ന ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷമായിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മുടെ നാലാമത്തെ ചോദ്യം. പോളോ വാരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ശ്രദ്ധിക്കുക, പോളോ വരം എന്ന് പറയുന്ന വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് എന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? പോളോവരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? നാലാമത്തെ ചോദ്യമാണ്. ശരി ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം കിട്ടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് ആണ്. പോളോവാരം, ഓക്കെ, പോളാവരം എന്ന് പറയുന്ന വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? അത് ആന്ധ്രാപ്രദേശത്താണ്. പോളാവരം എന്ന് പറയുന്ന വിവിധോദ്ദേശ നദീതട പദ്ധതി. തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. അപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ കോഴ്സിന്റെ പരീക്ഷകളെല്ലാം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കോഴ്സ് ബാച്ചിൽ ഏറ്റവും ഒരുപാട് പേര് നമ്മുടെ കോഴ്സ് ബാച്ചിലുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കമ്പൈൻഡ് കോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഈ പറയുന്ന പോലീസ്, വരാൻ പോകുന്ന എക്സൈസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റിന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പേയ്മെന്റ് താഴെ കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിൽ തന്നെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ CPO മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫയർമാൻ, അതുപോലെ തന്നെ WCPO, CPO, ബീറ്റ് ഫോറസ്റ്റിന്റെ ഒക്കെ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഏത് കോഴ്സ് ബാച്ചാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ ഉള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ഒന്ന് അറിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ എന്തായാലും താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സ്ആപ്പിൽ ഒന്നിലും നിങ്ങൾ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ്? നല്ലൊരു ചോദ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എവിടെ കുടുങ്ങിയ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് നടത്തിയ ദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടിയല്ലോ. ഏതാണ്? അജയ് ആണ് കേട്ടോ. ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഓപ്പറേഷൻ അജയ് ആണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തില് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലെത്തിക്കാനായിട്ട് നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് കേട്ടോ. അടുത്ത 16ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ സോറി നമ്മുടെ 6ാമത്തെ ചോദ്യം ഇതാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കിട്ടിയോ? നിലവിലത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സോലാർ ടണൽ ഏത് സംസ്ഥാനത്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സോലാർ ടണൽ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. സോലാർ ടണൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. കിട്ടിയോ? സോലാർ ടണൽ. 7ാമത്തെ ചോദ്യം. ഓക്കെ, എവിടെയാണ് സോലാർ ടണൽ വരുന്നത്? അരുണാചൽ പ്രദേശിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അരുണാചൽ പ്രദേശിലാണ് നമ്മുടെ സോലാർ ടണൽ. ഓക്കെ, 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സോലാർ ടണൽ ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, നമ്മുടെ 8ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന ബോട്ട്, ഓക്കെ, ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന ബോട്ട്, ഓക്കെ, നമ്മുടെ ബോട്ട് ഉണ്ടല്ലോ, വെള്ളത്തിൽ കൂടി പോകുന്ന ബോട്ട്, അത് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് ചോദ്യം. ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാ? കിട്ടിയോ? 8ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറൈൻ എലൈറ്റ് ഫോഴ്സ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? 9ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്, തമിഴ്നാടാണ്. മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദ്യം. 10ാമത്തെ ചോദ്യം കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്, കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് ആൻഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊൽക്കത്തയിലാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം കൊൽക്കത്ത. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 10 ചോദ്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി നമുക്കറിയാം രാജ്നാഥ് സിംഗ് ആണ് വാട്സപ്പിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മനമിത്ര എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ 2025 ഐക്യരാഷ്ട്ര സംഘടന എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പോളാവരം എന്ന് പറയുന്ന വിവിധോദ്ദേശ നദീതട പദ്ധതി ആന്ധ്രാപ്രദേശിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തില് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് കൊണ്ടുവന്ന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരി എന്നാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സോലാർ ടണൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന ബോട്ടിന്റെ പേരാണെന്ത്, അല്ലെങ്കിൽ ബോട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഏത്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്തത്. മറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അതുപോലെ തന്നെ ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 11ാമത്തെ ചോദ്യം ഇതാണ്. 2024 പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 2024 പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടുകൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ 2024 പ്രസിദ്ധീകരിച്ച HDR അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 134 ആണ്. അപ്പോ 2024 പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടില് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 134. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നമ്മുടെ 12ാമത്തെ ചോദ്യം. 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആരാണ്? ശ്രദ്ധിക്കുക, 2025
ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, നമ്മുടെ വനിതാ IPL ഉണ്ടല്ലോ, അതിലെ ജേതാക്കൾ ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ വനിതാ IPLിലെ ജേതാക്കൾ ആര്? ഉത്തരം കിട്ടിയോ? 12ാമത്തെ ചോദ്യം. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ. അപ്പൊ വനിതാ IPLിലെ ജേതാക്കൾ ആരാണ്? 2025 മുംബൈ ഇന്ത്യൻസ് ആണ്. അടുത്ത ചോദ്യം, പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോസ്പേഷ്യൽ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോസ്പേഷ്യൽ ഉപഗ്രഹത്തിന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം TSAT. ഓക്കെ, TSAT എന്ന് വായിക്കാം. TSAT 1A കേട്ടോ. TSAT 1A ആണ് മിലിറ്ററി ഗ്രേഡ്, അതും നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോസ്പേഷ്യൽ ഉപഗ്രഹത്തിന്റെ പേരാണ് TSAT 1A. TSAT 1A. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക വിഭാഗമായിട്ടുള്ള ത്രിശക്തി കോർപ്സിന് എത്ര പ്രദേശത്തിന്റെ സംരക്ഷണ ചുമതലയാണുള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക വിഭാഗമാണ് ത്രിശക്തി കോർപ്സ് എന്ന് പറയും. ത്രിശക്തി കോർപ്പ് എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന ത്രിശക്തി കോർപ്പിന് ഏത് പ്രദേശത്തിന്റെ സംരക്ഷണ ചുമതലയാണ് കൊടുത്തിട്ടുള്ളത്? ത്രിശക്തി കോർപ്പിന് ഏത് പ്രദേശത്തിന്റെ സംരക്ഷണ ചുമതലയാണ് കൊടുത്തിട്ടുള്ളത്? ഉത്തരം കിട്ടിയോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ത്രിശക്തി കോർപ്സ്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സില്ലുഗോരി കോറിഡോർ ആണ്. നമ്മുടെ ചിക്കൻ സ്നെക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സില്ലുഗോരി കോറിഡോറിലാണ് ഈ പറയുന്ന ഇന്ത്യൻ സേനയുടെ പ്രത്യേക വിഭാഗമായിട്ടുള്ള ത്രിശക്തി കോർപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന സംരക്ഷണ ചുമതല കൊടുത്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് സില്ലുഗാരി കോറിഡോർ. സില്ലുഗാരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ സ്നെക്ക് എന്നൊക്കെ പറയുന്ന സില്ലുഗാരി കോറിഡോറിലാണ്. അടുത്ത് പറയുന്നത്, ലക്ഷദ്വീപിൽ ശാഖ തുറക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ഒരു ബ്രാഞ്ച് തുറക്കുന്ന ഇന്ത്യയിലെ തന്നെ സ്വകാര്യ മേഖല ബാങ്ക് ഏതാണ്? കിട്ടിയോ? നല്ലൊരു ചോദ്യമാണ്. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഏതാണ്? HDFC ആണ്. ഏതാണ്? HDFC ആണ് കേട്ടോ. HDFC ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ലക്ഷദ്വീപിൽ ശാഖ തുറക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? HDFC ബാങ്ക് ആണ്. അടുത്ത ചോദ്യം, ബഹിരാകാശ പര്യവേഷണ രംഗത്തെ പ്രസിദ്ധമായിട്ടുള്ള ജോൺ L. ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡിന് 2024 അർഹനായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏത് എന്നാണ് ചോദ്യം കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. ബഹിരാകാശ പര്യവേഷണ രംഗത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് ജോൺ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ്. ജോൺ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ്. ഈ പറയുന്ന ജോൺ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡിന് 2024 അർഹമായത് ഏത് ബഹിരാകാശ ദൗത്യമാണ് എന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 16ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. നമ്മുടെ ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ആണ് കേട്ടോ. ജോൺ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡിന് 2024 അർഹമായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ചോദിച്ചാൽ അത് ചന്ദ്രയാൻ 3. അടുത്ത ചോദ്യം, 2024 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയത് ആരാണ്? 2024 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയത് ആരാണ്? കിട്ടിയോ? കിട്ടിയില്ലേ? ആരാണ് 2024 ലതാ മങ്കേഷ്കർ? ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്ന വ്യക്തിക്കാണെന്നൊന്നും വിചാരിച്ച് കളയരുത്. 24 ലതാ മങ്കേഷ്കർ കിട്ടുന്നത് അമിതാഭ് ബച്ചൻ ആണ്. അമിതാഭ് ബച്ചൻ ആണ് 2024 ലതാ മങ്കേഷ്കർ അവാർഡ് കിട്ടുന്ന ആർക്കാണ്? അമിതാഭ് ബച്ചൻ ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 18ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ നൈമ ഖാത്തൂൻ? നൈമ ഖാത്തൂൻ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് ആര്? നൈമ ഖാത്തൂൻ. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് നൈമ ഖാത്തൂൻ എന്നാണ് നമ്മുടെ ചോദ്യം. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ആണ് ഇപ്പൊ റീസെന്റ് അപ്പോയിന്റ് ആയിട്ടുള്ള നൈമ ഖാത്തൂൻ. ഏതാണ്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? കിട്ടിയോ? 18ാമത്തെ ചോദ്യം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് ആര്? ഡോക്ടർ നൈമ ഖാത്തൂൻ. നൈമ ഖാത്തൂൻ. ഓക്കെ ആണേ? കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നമ്മുടെ 19ാമത്തെ ചോദ്യം, 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? നല്ല ചോദ്യമാണ്.
3D പ്രിന്റഡ് ആയിട്ടുള്ള ഡമ്മി ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത് എന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. കിട്ടിയോ? 19ാമത്തെ ചോദ്യം ഏതാണ്? ഒരു IIT ആണ്. ഏത് IIT ആണ്? IIT ഗുവാഹത്തി ആണ്. IIT ഗുവാഹത്തി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പൊ 3D പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ചോദിച്ചാൽ അത് IIT ഗുവാഹത്തി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നമ്മുടെ 20ാമത്തെ ചോദ്യം, സമുദ്രാനന്തര പര്യവേഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതാ ഓഫീസർമാരായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, അതുപോലെ ലഫ്റ്റനന്റ് കമാൻഡർ രൂപായെ എന്നിവർ സഞ്ചരിച്ച പര്യവേഷണ ഈ പറയുന്ന ഉപഗ്രഹം അല്ലെങ്കിൽ പര്യവേഷണ വാഹനത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. അറിയാമോ? ആ ഒരു കപ്പലിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ ചോദ്യം എന്താണ്? സമുദ്രാനന്തര പര്യവേഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ വനിതാ ഓഫീസർമാരായിട്ടുള്ള കമാൻഡർ, ലഫ്റ്റനന്റ് കമാൻഡർ ആയിട്ടുള്ള ദിൽനയും അതുപോലെ തന്നെ രൂപയും സഞ്ചരിച്ച പര്യവേഷണ കപ്പലിന്റെ പേര് എന്താണ്? പര്യവേഷണ വാഹനം, പര്യവേഷണ കപ്പലിന്റെ പേര് എന്താണെന്നാണ് 20ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം INS വിതാരിണിയാണ്. INS വിതാരിണി, തെറ്റിക്കരുതേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രാനന്തര പര്യവേഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ എന്താണ് ഇന്ത്യൻ വനിതാ ഓഫീസർമാരാണ് ലഫ്റ്റനന്റ് കമാൻഡർ ആയിട്ടുള്ള ദിൽനയും അതുപോലെ തന്നെ രൂപയും. ഇവര് സഞ്ചരിച്ച പര്യവേഷണ കപ്പലിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? INS വിതാരിണി എന്നാണ്. INS വിതാരിണി. അപ്പൊ 20ാമത്തെ ചോദ്യം ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 21ാമത്തെ ചോദ്യം ഇതാണ്, IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി 1000 റൺസ് സ്കോർ ചെയ്യുകയും 100 വിക്കറ്റ് നേടുകയും 100 ക്യാച്ച് തിരിക്കുകയും ചെയ്ത കളിക്കാരൻ ആരാണ്? നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. IPL ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച കളിക്കാരൻ ആര് എന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. നല്ലൊരു ചോദ്യം. ഉത്തരം അറിയാമോ? 21 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ജഡേജ, നമ്മുടെ രവീന്ദ്ര ജഡേജ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റെക്കോർഡ് കിട്ടുന്നത് രവീന്ദ്ര ജഡേജയ്ക്കാണ്. എന്താണ് റെക്കോർഡ്? എന്താണ്? 1000 റൺസ് 100 വിക്കറ്റ് 100 ക്യാച്ച്. ഇത് ചെയ്തത് ആരാണ്? രവീന്ദ്ര ജഡേജയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 11 ചോദ്യങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ 2024 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് ഞാൻ പറഞ്ഞു 134 ആണ്. നമ്മുടെ 2025 വനിതാ IPL ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോസ്പേഷ്യൽ ഉപഗ്രഹത്തിന്റെ പേരാണ് TSAT-1A. ത്രിശക്തി കോപ്സ് എന്ന് പറയുന്നത് ഏത് പ്രദേശത്ത് സംരക്ഷണ ചുമതലയുള്ള ഇന്ത്യൻ കരസേനയുടെ വിഭാഗമാണ്? സിലിഗാരി കോറിഡോർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ ശാഖ തുറക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ മേഖല ബാങ്ക് ആണ് HDFC ബാങ്ക്. അതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശ പര്യവേഷണ പ്രസിദ്ധമായിട്ടുള്ള ജോൺ ജാക്ക് സ്റ്റുഗർട്ട് അവാർഡിന് അർഹമായിട്ടുള്ള ബഹിരാകാശ ദൗത്യം ചോദിച്ചാൽ അത് ചന്ദ്രയാൻ 3 ആണ്. അതുപോലെ തന്നെ 2024 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയത് ആരാണ്? അമിതാഭ് ബച്ചൻ ആണ് ലതാ മങ്കേഷ്കർ അവാർഡ് നേടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ നൈമൂന ഖാത്തൂൻ? നമുക്കറിയാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് നൈമൂന ഖാത്തൂൻ. അതുപോലെ തന്നെ 3D പ്രിന്റഡ് ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് IIT ഗുവാഹത്തി. അതുപോലെ തന്നെ വനിതാ ഓഫീസർമാരായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ ആയിട്ടുള്ള ദിൽനയും രൂപയും സഞ്ചരിച്ച സമുദ്രാനന്തര പര്യവേഷണം ചെയ്ത് തിരിച്ചെത്തിയ കപ്പലിന്റെ പേരാണ് INS വിതാരിണി. അതുപോലെ തന്നെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് IPL 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച കളിക്കാരനാണ് രവീന്ദ്ര ജഡേജ. അടുത്ത ചോദ്യം, ഹിന്ദി റേഡിയോ പ്രക്ഷേപണം 2024 ഏപ്രിലിൽ ആരംഭിച്ചത് ഏത് ഗൾഫ് രാജ്യമാണ്? നിങ്ങൾ ഉത്തരങ്ങൾ എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ എത്ര ഉത്തരം കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ മാർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഹിന്ദി റേഡിയോ പ്രക്ഷേപണം 2024 ഏപ്രിലിൽ ആരംഭിച്ചത് ഏത് ഗൾഫ് രാജ്യമാണ് എന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. കിട്ടിയോ? ഹിന്ദി റേഡിയോ പ്രക്ഷേപണം 2024 ഏപ്രിലിൽ ആരംഭിച്ചത് ഏത് ഗൾഫ് രാജ്യമാണ്? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കുവൈറ്റ് ആണ് കേട്ടോ. കുവൈറ്റ് ആണ് ഹിന്ദിയിലെ റേഡിയോ പ്രക്ഷേപണം ഏപ്രിലിൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 2024 ഭൗമദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? നല്ല ചോദ്യമാണ്. 2024 ഭൗമദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി എഴുതിയവർക്ക് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടു കൂടി പുനരുദ്ധീകരിക്കുന്ന കാങ്കേ സെൻതുറൈ തുറമുഖം ഏത് രാജ്യത്താണ്? ആ തുറമുഖത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക, കാങ്കേ സെൻതുറൈ.
അപ്പൊ ഈ പറയുന്ന ഇന്ത്യയുടെ സഹായത്തോടു കൂടി പുനരുദ്ധീകരിക്കുന്ന കാങ്കേ സെൻതുറൈ എന്ന് പറയുന്ന തുറമുഖം ഏത് രാജ്യത്താണെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. കിട്ടിയോ? കാങ്കേ സെൻതുറൈ ഏതാണ്? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം ശ്രീലങ്കയാണ്. അപ്പോ ഇന്ത്യയുടെ സഹായത്തോടു കൂടി പുനരുദ്ധീകരിക്കുന്ന കാങ്കേ സെൻതുറൈ എന്ന് പറയുന്ന തുറമുഖം ഏത് രാജ്യത്താണ്? ശ്രീലങ്കയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പേര് കേട്ടാൽ ശ്രീലങ്കയെ തന്നെ ഓർമ്മ വരണം, വേറെ അടുത്തോട്ടും പോകരുത്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. അപകടകാരിയായിട്ടുള്ള 23 ഇനം വിദേശ ബ്രീഡ് നായ്ക്കളെ 2024 നിരോധിച്ച സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തരത്തിലുള്ള വിദേശ ഇനം നായ്ക്കളുണ്ട് അല്ലെ. അപ്പൊ ഡോഗോ, അർജന്റീനയൊക്കെ ഉൾപ്പെടെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഇനം നായ്ക്കളെ വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏകദേശം 23 ഇനം വിദേശ ബ്രീഡ് നായ്ക്കളെ 2024 നിരോധിച്ച സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? 25 ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, തമിഴ്നാടാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, തമിഴ്നാടാണ്. ഓക്കെ. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. ഏത് അയൽ രാജ്യത്ത് വിന്യസിച്ചിരിക്കുന്ന സൈനികരെയാണ് 2024 മെയ്യിൽ ഇന്ത്യ പൂർണ്ണമായും പിൻവലിച്ചത്? അപ്പൊ ഏതോ ഒരു രാജ്യത്തില് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? 2024 മെയ്യിൽ എന്ത് ചെയ്തു? ഇന്ത്യ തിരിച്ചു വിളിച്ചു. അപ്പൊ ഏത് രാജ്യത്താണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, നേപ്പാൾ. ഒന്ന് പറഞ്ഞ 26 കിട്ടിയോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, ബംഗ്ലാദേശ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, മാലദ്വീപ് ആണ് കേട്ടോ. ഇത് ഓപ്ഷൻസ് മാറിക്കിടന്നതാണ്. മാലദ്വീപ് ആണ് ഉത്തരം കേട്ടോ. അപ്പോ ഏത് അയൽ രാജ്യത്ത് വിന്യസിച്ചിരിക്കുന്ന സൈനികരെയാണ് 2024 മെയ്യിൽ ഇന്ത്യ പൂർണ്ണമായും പിൻവലിച്ചത് എന്ന് ചോദിച്ചാൽ മാലദ്വീപ് ആണ് ഉത്തരം കേട്ടോ. മാലദ്വീപാണ് ഓപ്ഷൻ. ഈ പറയുന്നതിൽ ഓപ്ഷൻ ബി ആണ് മാലദ്വീപാണ്. ഇതിൽ എ ബി സി എന്ന് മാറി കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാലദ്വീപാണ് ഉത്തരം. ഓക്കെ. മാലദ്വീപിൽ വിന്യസിച്ചിരുന്ന സൈനികരെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ പൂർണ്ണമായും പിൻവലിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ 27ാമത്തെ ചോദ്യം. വ്യോമസേന പരീക്ഷിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയുടെ പേര് എന്താണ്? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ എയർഫോഴ്സ് പരീക്ഷിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയുടെ പേര് എന്താണെന്നാണ് 27ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? എന്താണ്? 3 ഓപ്ഷനേ ഉള്ളൂ. 3 ഉത്തരം പറഞ്ഞേ. ഭീഷ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഭീഷ. ഓക്കെ. അപ്പോ വ്യോമസേന പരീക്ഷിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയുടെ പേരാണ് എന്ത്? ഭീഷ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? 27 ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 28ാമത്തെ ചോദ്യം. 28ാമത്തെ ചോദ്യം ഇതാണ്. മെയ്തൈ സഗോൾ എന്നറിയപ്പെടുന്ന പോണി കുതിരകളുടെ വംശനാശം തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഓക്കെ. ആ ഒരു കുതിരകളുടെ പേരാണ്. പക്ഷെ ചെറിയ ഇനം കുതിരകളാണ്. മെയ്തൈ സഗോൾ എന്നറിയപ്പെടുന്നതാണ് ചെറിയ ഇനം കുതിരകളാണ്. മീൻസ് എന്താണ്? കൊച്ച്, നമ്മൾ സാധാരണ കുതിരയെക്കാളും പകുതി വലുപ്പമുള്ള ചെറിയ ഇനം കുതിരകളെ പറയുന്ന പേരാണ് മെയ്തൈ സഗോൾ എന്ന് പറയുന്ന പോണി കുതിരകൾ. അപ്പൊ ഇവയുടെയൊക്കെ വംശനാശം തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ്. മണിപ്പൂരാണ് കേട്ടോ. അപ്പൊ മെയ്തൈ സഗോൾ എന്നറിയപ്പെടുന്ന പോണി കുതിരകളുടെ വംശനാശം തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഓക്കെ. അടുത്ത ചോദ്യം 29. ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? കിട്ടിയോ? 29 അറിയാമോ? ഗോപി തോട്ടക്കുറയാണ്. ഗോപി തോട്ടക്കുറ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമേ. അപ്പൊ ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗോപി തോട്ടക്കുറയാണ്. ഗോപി തോട്ടക്കുറ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകളും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതുപോലുള്ള മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും നമ്മുടെ 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള സൈനിക അറിവുകളെ പുതിയ കാലത്തെ തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രോജക്റ്റിന്റെ പേരെന്താണ്? എന്താണ്? ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള സൈനിക അറിവുകളെ എന്ത് ചെയ്യുക? പുതിയ കാലത്തെ തന്ത്രങ്ങളുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രോജക്റ്റിന്റെ പേരെന്താണെന്നാണ് 30ാമത്തെ ചോദ്യം. എന്താണ് ഉത്തരം വരുന്നത്? അറിയാമോ? പുരാതന സൈനിക അറിവുകളെ പുതിയ കാലത്തെ സൈനിക തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക. അങ്ങനെയുള്ള പ്രോജക്റ്റിന്റെ പേരാണ് പ്രോജക്റ്റ് ഉദ്ഭവ്. എന്താണ്? പ്രോജക്റ്റ് ഉദ്ഭവ്. തെറ്റിക്കരുത്, പ്രോജക്റ്റ് ഉദ്ഭവ്. അപ്പൊ നമ്മൾ 20 തൊട്ട് 30 വരെയുള്ള ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്യുന്നു.
പെട്ടെന്ന് എന്റെ കൂടെ തന്നെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സമുദ്രാനന്തര പര്യവേഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ ഓഫീസർമാരായിട്ടുള്ള നമ്മുടെ കമാൻഡർ ദിൽനയും രൂപയും സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് വിതാരിണി. പിന്നെ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും തികച്ച കളിക്കാരൻ ഏതില് IPL ജഡേജയാണ്. ഹിന്ദി റേഡിയോ പ്രക്ഷേപണം 2024 ആരംഭിച്ച ഏത് ഗൾഫ് രാജ്യമാണെന്ന് ചോദിച്ചാൽ കുവൈറ്റ് ആണ്. 2024 ഭൗമദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്. തുറമുഖം ഇന്ത്യയുടെ ഏത് സഹായത്തോടുകൂടിയാണ് നമ്മുടെ കങ്കേസൻതുറ എന്ന് പറയുന്ന തുറമുഖം വരുന്നത്? നമുക്കറിയാം ശ്രീലങ്കയാണ്. അപകടകാരിയായിട്ടുള്ള 23 ഇനം വിദേശ പട്ടികളെ നിരോധിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അതുപോലെ തന്നെ മാലദ്വീപിൽ വിന്യസിച്ചിരുന്ന സൈനികരെ എന്ത് ചെയ്യുന്നു? 2024 മെയ്യിൽ പൂർണ്ണമായും ഇന്ത്യ തിരിച്ചു വിളിക്കുന്നു. വ്യോമസേന പരീക്ഷിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയുടെ പേരാണ് തീഷ. അതുപോലെ തന്നെ മെറ്റിഗോയ് സെഗോൾ എന്ന് പറയുന്ന പോണി കുതിരകളുടെ വംശനാശം തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? മണിപ്പൂരാണ്. ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരന്റെ പേരാണ് ഗോപി തോട്ടക്കുറ. അതുപോലെ തന്നെ പുരാതന സൈനിക അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാലത്തെ സൈനിക തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഉത്ഭവ്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോ ഈ ഒരു വീഡിയോയുടെ PDF-ഉം അതിന്റെ ആൻസർ കീ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. KFPSC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആ ടെലഗ്രാം ചാനലിൽ ഈ പറയുന്ന PDF-ഉം വിത്ത് അതിന്റെ ആൻസർ കീയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.